അല്ല എന്റെ ഈ ഫോണിൽ തോണ്ടിരിക്കുന്ന പരിപാടി ഇപ്പൊ നിർത്തിയിട്ടില്ലേ? ഓളെ കൂട്ടിക്കൊണ്ടൊന്നും വേണ്ടേ? ഞമ്മളിപ്പോ 5-6 ആൾക്കാരായിട്ട് 3-4 പ്രാവശ്യമായിട്ട് പോയില്ലപ്പാ. എന്നിട്ട് ഓള് വന്നാ ഞാനത്തെ കാട്ടിന് ഈ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിരുന്നിക്കാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയോ 10-30 കൊല്ലം എന്റെ അമ്മാനെ ഞാൻ കെട്ടിയിട്ട് ഇന്നേ വരെ ഞങ്ങൾ തെറ്റിക്കണേച്ച് കണ്ടുക്കണ ഉണ്ടാവൂല. അതെന്തുകൊണ്ടാണ് എനിക്ക് പരസ്പരം വിശ്വാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഉണ്ടാവാം, നിങ്ങൾക്ക് രണ്ടാക്കോ അതില്ല. അതുകൊണ്ട് നമ്മളെ സമതിനൊന്ന് പോയി നോക്കാം. ഓൻ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കി തരും. സമാധാനത്തിന് ഞാനില്ലപ്പാ. അതെന്താ ഞാനില്ല സമാധാനം. ചർക്കാണ് പോന്നാ പോയി നോക്കാണ് വേണ്ടവാ. ആ 2 ലോഡാണ് അയച്ചു കൊടുക്കുകയോ ബാക്കി പിന്നാക്കാ. കാക്കടണ്ടാ അവിടെ ഉണ്ടല്ലോ. അങ്ങോട്ട് പോടാ സമയ. അല്ല എന്ത് പ്രത്യേകിച്ച് ഇവന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. അതിന് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാക്കി തരണം. അതിനു വേണ്ടി വന്നെടുക്കണം. അത് ശരി. അല്ല അസ്കറെ, ഇജ്ജും പെണ്ണും കൂടി എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? ഓളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ്, വാശി. എന്ത് പറഞ്ഞാലും വാശിയും വൈരാഗ്യമായിട്ട് കരിയിൽ ഒന്നും പറഞ്ഞാലും അനുസരിക്കൂല. അത് ശരിയാ. ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു ഓള് കുട്ടികളെ എടുത്തുകൊണ്ട് ഓളാണ്ട് പോയി. ഞാനൊക്കെ കാട്ടുക. അതൊന്നല്ല സമത. 2 ദിവസം മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിന്ന്. ഓൾ എന്നോട് കുറച്ച് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് അമീറ ഇവിടെ നമ്മളാ ലോഡ് വിളിച്ച് പറഞ്ഞില്ല? ആയിക്കോട്ടെ. ഓൾക്ക് ഈ മൊബൈലില് ഇൻസ്റ്റാഗ്രാമോ എന്തൊക്കെ ഉണ്ട് പറഞ്ഞു. അതിലേതാ ബെസ്റ്റാ കിസ്റ്റാ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറയണ്ടേ. അതിപ്പോ ഓൾ അറിഞ്ഞിരുന്നു. ഓന്റെ റബ്ബേ. അല്ല അസ്കറെ, ഇപ്പൊ പറഞ്ഞത് ശരിയാ? അത് ഞാനൊരു നേരം പോക്കിനോ? അല്ലടോ, ജി പറഞ്ഞ ഈ ബെസ്റ്റിക്ക് കല്യാണം കഴിഞ്ഞതാ? ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടിണ്ടല്ല, കുടുംബത്തിൽ കയറിക്കാണ്ടാണ് ഇവരൊക്കെ മാഞ്ഞാളം കൊഞ്ചിന്റെ. എടോ, അന്റെ കുടുംബത്തിൽ കയറിക്കാണ്ടേ എന്റെ പെണ്ണുങ്ങളോട് ബെസ്റ്റിയാണ് അതാണ് ഇതാന്ന് പറഞ്ഞ സൈക്കോ. അതെങ്ങനെ പറ്റിയ? അത് ഞാൻ വിട്ടുകൊടുക്കല. അതൊന്നും വിട്ടുകൊടുക്കൂല. പൊന്നാന അസ്കറെ, ജി കല്യാണം കഴിഞ്ഞ 2 മക്കളുള്ള ആളാ. ഇങ്ങനത്തെ കൂതറ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലേ ശാപം കിട്ടും. ഓർമ്മ ഉണ്ടായിക്കോട്ടെ, കുടുംബം കര കയറൂല. ഇതേ ഇജ്ജേനെ നന്നായിക്കാണ്ട് ഓളെ വിളിച്ചാലേ ഓള് മര്യാദക്ക് വരും. മനസ്സിലായോ എനിക്ക് പറഞ്ഞിട്ട്? ഓളോടിപ്പോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഓളിന്റെ രക്തബന്ധം ഒന്നല്ലല്ലോ. രക്തബന്ധോ? ഇജ്ജ് എന്താ വിചാരിച്ചിട്ട് ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാല്? രക്തബന്ധം എന്ന് പറഞ്ഞാല് നഖവും മാംസവും പോലെ. എന്നാൽ ഭാര്യ ഭർത്താവ് ബന്ധം എങ്ങനെയാന്ന് പറയാൻ എനിക്ക് ശരീരം ആത്മാവും പോലെയാണ്. ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാല് നിനക്കെന്റെ വില മനസ്സിലാവാത്തോണ്ടാ. ലോകത്ത് ഇത്രയും നല്ലൊരു ബന്ധം ലോകത്തില്ല. അത് നിനക്കറിയോ? നിങ്ങൾ മുറിച്ചാൽ മുറിയാത്ത ബന്ധം പോലും ആ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. അസ്കറെ, ലോകത്ത് 2 വഴിയേ ഉള്ളൂ. ഒന്ന് ശൈത്താന്റെ വഴിയും ഒന്ന് പടച്ചോന്റെ വഴിയും. ശൈത്താന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ പരമസുഖമായിരിക്കും, പക്ഷെ എത്തിപ്പെടലേ പടുകുഴിയിലേക്കാരും. ഓർമ്മ ഉണ്ടായിക്കോട്ടെ, അള്ളാന്റെ വഴിയിൽ യാത്ര ചെയ്യാന് കുറഞ്ഞ പ്രയാസം ഉണ്ടാവുള്ളൂ, പക്ഷെ എത്തിപ്പെടല് ശാന്തിയും സമാധാനവും ഉള്ള സ്വർഗീയ സ്ഥലത്തായിരിക്കും. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയില് കുടുംബം തകർക്കാനായിട്ട് ഒരു വിഭാഗം ആളുകളെ ഉണ്ട്. അസ്കറെ, ഇവിടെ വന്ന എന്നോടൊരു കാര്യം പറയാണ്ട്. പറഞ്ഞിനൊക്കെ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളാം. മനസ്സിലാണ് എനിക്ക്? മാനോ ഇവിടെ അമീറ ഇവിടെ പോരാ. മാനോ, ഞാൻ ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിൽക്കും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്നാച്ചാ ഓളെ പോയി കൂട്ടി കൊണ്ടുവരി. എന്നാ പോയിക്കോളി. അസ്കറ, പിന്നൊരു കാര്യം, ഞാന് ഗാന്ധിജി ആവണോ നേതാജി ആവണോന്ന് അന്റെ സ്വഭാവം പോലെ ഉണ്ടാവും. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. മനസ്സിലായല്ലോ? എന്നാ പോയിക്കോളി. എടാ, സമ്മതിപ്പോ വിളിച്ചുകാണ്ട് പറയും. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഓളെ പോയി കൂട്ടിക്കൊണ്ടാ. അത് വേണ്ടപ്പാ. അതെന്ത്? നമുക്ക് ഇപ്പൊ തന്നെ ഓളെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇതിപ്പോ ഏതായാലും നന്നായി. നമ്മൾ പിന്നേക്ക് വെക്കണ്ട. ഇപ്പൊ തന്നെ പോവാ. പോര്.